സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയം കുമാർത്തിയുടെ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ വൈദിക ദിനവും വിശ്വാസ പരിശീലന ദിനവും ആചരിക്കുന്ന ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീമതി സിൽദയെ ക്ഷണിക്കുന്നു. വന്യവൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഓഗസ്റ്റ് 4 വിശുദ്ധ മരിയ വിയാനിയുടെ തിരുനാൾ ആഗോള സഭ വൈദിക ദിനമായിട്ട് ആചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സഭ വിശ്വാസ പരിശീലന ദിനമായിട്ട് കൂടി ഈ ദിവസം ആചരിക്കുന്നു. കമ്മാത്തി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവക രജത ജൂബിലി വർഷത്തിന്റെ നിറവിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ നമ്മുടെ നീലഗിരി മേഖലയിലെ വൈദികരെ ആദരിക്കുവാനും അവർക്ക് ആശംസകൾ നേരുവാനും ലഭിക്കുന്ന ഈ അവസരം വളരെ സന്തോഷം നിറഞ്ഞതാണ്. പൗരോഹിത്യം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലത്തിൽ ക്രിസ്തീയ പൗരോഹിത്യം അതിന്റെ പൂർണ്ണതയിൽ ജീവിച്ച വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പുരോഹിതർക്ക് മാത്രം കഴിയുന്ന വിശുദ്ധ ബലിയർപ്പണം, കുംഭസാരം, ഒപ്പം ജപമാലയും ചേർത്ത് വെച്ച് 100% അർപ്പണബോധത്തോടെ ഇവയെല്ലാം ചെയ്ത് വിശുദ്ധ ജോൺ മരിയ വിയാനി പകർന്നു നൽകിയ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നവരാണ് വൈദികർ എന്നതിൽ നമുക്ക് വളരെ അധികം അഭിമാനമുണ്ട്. സത്യത്തിൽ ഇവർ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വിലമതിക്കാനാവാത്ത ഒന്നാണ്. സഭയ്ക്കും സമൂഹത്തിനും അർപ്പണം ചെയ്യുവാൻ വന്യവൈദികർക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വൈദികർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നീലഗിരി മേഖല MCEF-നോട് ചേർന്ന് ഇടവക നൽകുന്ന ആദരിക്കൽ ചടങ്ങിലേക്ക് കടന്നുവന്ന നീലഗിരി മേഖലയുടെ പ്രോട്ടോ വികാരി ബഹുമാനപ്പെട്ട ജോർജ് കാലായിൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛന് ബൊക്ക നൽകുന്നതിനായി ഏലിയാമ്മ കുന്നപ്പള്ളിയെ പുത്തൂർവയൽ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് ചുണ്ടേക്കാട്ടിൽ കോറപ്പീസ്കോപ്പ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ബൊക്ക നൽകുന്നതിനായി ഏലിയാമ്മ എരുവേലി സൺഡേ സ്കൂൾ രൂപത ഡയറക്ടർ തോമസ് ക്രിസ്തുമന്ദിരം അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ബൊക്ക നൽകുന്നത് ഷെർലി ആശാരിപ്പറമ്പിൽ. കല്ലിച്ചാൽ അയ്യങ്കൊല്ലി ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ലൂക്കോസ് പള്ളി പടിഞ്ഞാറ്റേതിൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബൊക്ക നൽകുന്നത് ലീല മർദല. കമ്മാത്തി ചെളിവയൽ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട കുര്യൻ പുലിപ്പറ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ബൊക്ക നൽകുന്നത് ശാന്ത അഴീക്കോട്. മാങ്ങോട് അസിസ്റ്റന്റ് വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അലൻ തോമസ് OIC അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ബൊക്ക നൽകുന്ന മേരി ചേലാമറ്റ. MCYM-ന്റെ മേഖലാ ഡയറക്ടർ ജോസഫ് മാത്യു ചേലപ്പറമ്പത്ത് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ബൊക്ക നൽകുന്ന ലാലി മേനക്കാട്ടിൽ. ദേവർശാല ഇടവകയുടെ വികാരി എബ്രഹാം പുന്നവിള അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ബൊക്ക നൽകുന്ന അന്നക്കുട്ടി മേലെപ്പാണ്ടി.
അതോടൊപ്പം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും മേഖലാ ഭാരവാഹികളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇടവക കൈക്കാരൻ, കണക്കൻ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വൈദിക ദിനത്തിന്റെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രാർത്ഥന ഗാനത്തിനായി എലിസ, അനോര, എയ്ഡൻ എന്നിവരെ ക്ഷണിക്കുന്നു. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good Lord made them all. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good Lord made them all. Each little flower that opens, each little bird that sings, He made their glowing colors, He made their tiny wings. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good Lord made them all. The purple-headed mountain, the river running by, the sunset and the morning, the brightness of the sky, all things bright and beautiful, all creatures great and small, all things wise and wonderful, the good Lord made them all. വേദപുസ്തക പാരായണത്തിനായി ശ്രീമതി ഷാഫി ജോണി. വിശുദ്ധ ലൂക്കോയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുതേ, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുതേ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുകയും. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബരക്കുമോ. നീലഗിരി മേഖല MCMF-ന്റെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മേഖലയുടെ പ്രതിനിധി ശ്രീമതി പ്രീതി ബോബനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വേദിയുടെ അധ്യക്ഷൻ, നമ്മുടെ നീലഗിരി മേഖലയുടെ പ്രോട്ടോ വികാരി ബഹുമാനപ്പെട്ട ജോർജ് കാലായിലച്ചൻ, കോറെപ്പിസ്കോപ്പ റവറൻഡ് ഫാദർ ചുണ്ടേക്കാരലച്ചൻ, ബഹുമാനപ്പെട്ട ലൂക്കോസ് അച്ചൻ, ഈ ഇടവകയുടെ വികാരി കുര്യൻ പുലിപ്രിയച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യവൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ക്രിസ്തുമന്ദിരച്ചൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയ സ്നേഹിത, സ്വർഗത്തിൽ മാത്രമേ വൈദികരുടെ മഹത്വം മനസ്സിലാവുകയുള്ളൂ. ഭൂമിയിൽ അത് മനസ്സിലായിരുന്നുവെങ്കിൽ മനുഷ്യർ പേടി കൊണ്ടല്ല, സ്നേഹം കൊണ്ട് മരിച്ചുപോയി. വൈദികരുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന വിശുദ്ധ ജോൺ മരിയ വികാരിയുടെ വാക്കുകൾ. ഓഗസ്റ്റ് 4 വൈദിക ദിനം. നമ്മുടെ ഇടവകയിലെ വൈദികരെ അനുസ്മരിക്കുവാൻ തിരുസഭ കൽപ്പിക്കുന്ന മഹനീയ ദിനം.
പരിശുദ്ധ അമ്മ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശുവിനെ കൈകളിൽ എടുത്തതുപോലെ ആ പുണ്യവികാരത്തോടുകൂടി തന്നെ ഈശോയെ തിരുശരീരവും തിരുരക്തവും നമ്മളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ദൈവജയനത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ വൈദികര് വിശുദ്ധ കുമ്പസാരത്തിലൂടെയും തീക്ഷ്ണമായ വചന പ്രഘോഷണത്തിലൂടെയും നിരാശയിലും പാപച്ചുഴിയിലും ആണ്ടുപോയ മനുഷ്യരെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുന്നവർ, നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്തെ ഇന്നും പിടിച്ചു നിർത്തുന്നത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി മുട്ടുകൾ മടക്കി കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന വന്യവൈദികരുടെ സമർപ്പണ ജീവിതമാണ്. കർത്താവിനെ സ്വീകരിക്കുന്ന വൈദികരുടെ അധരങ്ങളും കർത്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളും കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ പകർന്നു നൽകുന്ന അവരുടെ കരങ്ങളും കർത്താവിനെ വഹിക്കുന്ന അവരുടെ ജീവിതവും നിർമ്മലമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെയും നിങ്ങളെയും ആത്മീയമായ വളർത്തിയ എത്ര വൈദികരാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയത്. അവരെയെല്ലാം ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനയോടെ നന്ദിയോടെ ഓർക്കാം. നമ്മെ ദൈവസ്നേഹത്തിലേക്ക് അനയിക്കുവാന് അനുഗ്രഹിക്കുന്ന കരങ്ങളുമായി നിൽക്കുന്ന വൈദികരെയും സന്യസ്തരെയും ദൈവദൂതനുമ്പാകെ സമർപ്പിക്കുന്നു. സ്നേഹമുള്ള വന്യവൈദികരെ, നീലഗിരി MCMF മാതൃവേദിയുടെ പേരിലുള്ള എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ആശംസകളും ഒത്തിരി സന്തോഷത്തോടുകൂടി നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന അമ്മാത്തി ഇടവകയിലെ എല്ലാ ഇടവക ജനങ്ങൾക്കും നീലഗിരി MCMF-ന്റെ ജൂബിലി ആഘോഷത്തിന്റെ എല്ലാ പ്രാർത്ഥനാ മംഗളവും നേർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി വൈദിക ദിനത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് കമ്മാത്തിയിലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആശംസാ ഗാനം ആലപിക്കുന്നു. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കും
കമാത്തി ഇടവക മാതൃവേദിയുടെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഷീജ അനീഷിനെ ക്ഷണിക്കുന്നു. നീലഗിരി മേഖലയുടെ പ്രോട്ടോ വികാരിയും MCFന്റെ മേഖലാ ഡയറക്ടറുമായ ജോർജ് കാലായിലച്ച, കോറബിസ്കോപ്പ ഫാദർ ജേക്കബ് ചുണ്ടേക്കാട്ടിലച്ച, വന്യവൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് 4 ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം, ഇടവക വൈദികരുടെ ദിനം. ഈ പുണ്യദിനത്തിൽ നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ വൈദികരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ച് വൈദികരായവർക്കും പ്രത്യേകമായി നമ്മുടെ ഇടയിൽ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ വൈദികർക്കും വൈദിക ദിനത്തിന്റെ 1000 മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. മലാക്കിയുടെ പുസ്തകം 2 അധ്യായം 7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പുരോഹിതൻ അതിരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം, കാരണം അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ്. ഇന്ന് മാലാഖമാർ അണിനിരക്കുന്ന അൾത്താരയിൽ ഒരു വൈദികൻ എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പഠിപ്പിച്ചു. പഠനത്തിൽ പിന്നോട്ടായിരുന്ന അദ്ദേഹം മരിയ ഭക്തിയിൽ മുൻനിരയിലായിരുന്നു. വലിയ ദിവ്യകാരുണ്യ ഭക്തൻ. പണ്ഡിതന്മാർ എന്നതിനേക്കാൾ ഭക്തരായ വൈദികരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യമെന്ന മേലധികാരിയുടെ വാക്കുകളാൽ വിയാനിയുടെ സ്വപ്നം പൂത്തുലഞ്ഞു. ആർസ് എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ദൈവശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടു. പൂർണ്ണമായും ദൈവസ്നേഹം മങ്ങിയ നാട്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. മദ്യത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ആർസ് അനുതാപത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. 18 മണിക്കൂറിലധികം കുമ്പസാരക്കൂട്ടിലിരുന്ന അദ്ദേഹത്തെ പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ വിളിച്ചത് കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്നാണ്. അസാധാരണമാമിതം ദൈവജ്ഞാനം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. മരിയ വിയാനിയുടെ ഈ ദിവസത്തിൽ നമ്മുടെ എല്ലാ വൈദികരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലത്തീൻ ഭാഷയിൽ മണ്ടൻ എന്ന് പറഞ്ഞ മുദ്രകുത്തിയ അദ്ദേഹത്തിന്റെ മരണശേഷം മുറിയിൽ നിന്ന് ഒട്ടനവധി ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ കണ്ടെടുത്തതായി നാം വായിക്കുന്നു. അവസാനം വരെ തന്റെ കുറവുകളോട് പോരാടിയ ഒരു വിശുദ്ധൻ. ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരുവാനും വിശ്വാസ സമൂഹത്തിന് ദൈവസ്നേഹം അതിന്റെ പൂർണ്ണതയിൽ പകർന്നു കൊടുക്കുവാനും പൗരോഹിത്യ ജീവിതത്തിലെ വെല്ലുവിളികളെ തരണം ചെയ്യുവാനും ഈശോയെ പോലെ നല്ല ഇടയന്മാരാകുവാനും എല്ലാ വൈദികർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി വൈദിക ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സിംഗിൾ ഡാൻസിനായി അന്നോറ ഷൈമോനെ ക്ഷണിക്കുന്നു. Hallelujah.
നീലഗിരി മേഖലയിലെ വൈദികരെ MCMF നീലഗിരി മേഖല ഭാരവാഹികൾ ഇപ്പോൾ ആദരിക്കുന്നു. അതിനായി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും മേഖലാ പ്രതിനിധികളെയും പ്രത്യേകം ക്ഷണിക്കുന്നു. വന്യ വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നീലഗിരി മേഖല MCMFന്റെ നേതൃത്വത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട വന്യ വൈദികരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ പ്രോട്ടോ വികാരിയും MCMFന്റെ ഡയറക്ടറുമായിരിക്കുന്ന റവറന്റ് ഫാദർ ജോർജ് കാലായിലച്ചനെ ക്ഷണിക്കുന്നു. ഷാളിച്ച് സ്വീകരിക്കുന്നതിനായി സിസ്റ്റർ ഐറിൻ SACയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടർ അച്ഛനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരത്തിനെ ആദരിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സിസ്റ്റർ ലീന SACയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ചുണ്ടേക്കാടിലച്ചനെ ക്ഷണിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മേഖലാ ഖജാൻജി റീനേഷൻ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ ലൂക്കോസ് പള്ളിപ്പടിഞ്ഞാറ്റിലേക്ക് ഷാളിട്ട് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷീജ അനീഷ് കമ്മാത്തി, സുമി ജോൺസനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട കുര്യൻ പുലിപ്പറയച്ചനെ ഷാളിട്ട് ആദരിക്കുന്നതിന് വേണ്ടി മറിയാമ്മ വെള്ളാമ്പുഴിയെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അലൻ തോമസ് OIC അച്ഛനെ ഷാളിട്ട് ആദരിക്കുന്നതിന് വേണ്ടി ചിഞ്ചു നല്ലാട്ട്, ബഹുമാനപ്പെട്ട ജോസഫ് മാത്യു ചേലപ്പറമ്പത്തിലച്ഛനെ ഷാളിട്ട് ആദരിക്കുന്നതിന് വേണ്ടി ചിന്നമ്മ തെക്കേക്കുടി, ബഹുമാനപ്പെട്ട എബ്രഹാം പുന്നവളിയച്ഛനെ ഷാളിട്ട് ആദരിക്കുന്നതിന് വേണ്ടി ഷെർലി തെക്കേക്കുടി, അച്ഛന്മാർക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. അത് ഇപ്പോൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വൈദികരെയും ക്ഷണിക്കുന്നു.
ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ നീലഗിരി മേഖലയിലെ മാതൃവേദിക്ക് ഈ ഒരു അവസരം തന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട പുൽപ്രിയച്ഛനോടും ഇടവക കൈക്കാരെ കണക്കൻ മേഖല യൂണിറ്റിന്റെ നമ്മുടെ മാതൃവേദിയുടെ ഭാരവാഹികള്, ബഹുമാനപ്പെട്ട എല്ലാ ഇടവകകൾക്കും ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. അതോടൊപ്പം തന്നെ MCMF രൂപതാതലത്തില് മാറിബാന്യൂസ് മത്സരത്തിന് 4ാം സ്ഥാനം നമ്മുടെ നീലഗിരി മേഖലയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് കമ്മാത്തി ഇടവകയിലെ പങ്കെടുത്ത അമ്മമാരെ ആ സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഒരു സിംഗിൾ ഡാൻസുമായി എലിസ ഷിജോ. കുന്നിറങ്ങി കാടിറങ്ങി ആടിനെയും തോളിലേറ്റി ആട്ടിടയൻ വരുന്നേ. കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയിൽ ചൊല്ലി ഈശോ ചൊല്ലി ഞാനായിടയൻ, ഞാനാടുകൾ തായൻ ജീവനേകും. കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയിൽ ചൊല്ലി ഈശോ ചൊല്ലി ഞാനായിടയൻ, ഞാനാടുകൾ തായൻ ജീവനേകും. സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. ആടുകൾ സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. മുറിവുകളേറ്റാലും മാറില്ലവൻ, മരണമടുത്താലും മറയില്ലവൻ. ഇടവഴികളിൽ അലയരുതിനി ഇടയ വഴികൾ അറിയുക ഗണമേ, ഭയമരുതിനി ആലയിലെത്താൻ കർത്താവാണെന്നും എന്നിടയൻ. കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയിൽ ചൊല്ലി ഈശോ ചൊല്ലി ഞാനായിടയൻ, ഞാനാടുകൾ തായൻ ജീവനേകും.
വൈദിക ദിനത്തിന്റെയും സൺഡേ സ്കൂൾ ദിനത്തിന്റെയും മധുരം പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വന്നി വൈദിക കേക്ക് കട്ട് ചെയ്തു. Happy day to you, happy feast day to you, happy feast day to you, dear Father, happy feast day to you. കമാത്തി ഇടവകയിലെ മാതൃസമാജം അമ്മമാർ ഇപ്പോൾ മേഖലയിലെ വൈദികരെ ആദരിക്കുന്നതിന് വേണ്ടി ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നു. വന്യ ജേക്കബ് ചുണ്ടക്കടൽ കോർ എപ്പിസ്കോപ്പ അച്ഛന് ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഇടവകയുടെ കൈക്കാരൻ ശ്രീ ഷാജി തെക്കേക്കുടിയെ ക്ഷണിച്ചു. മേഖല പ്രോട്ടോവികാരി പെരിയ ബഹുമാനപ്പെട്ട ജോർജ് കാലായും അച്ഛന് ഉപഹാരം സമർപ്പിക്കുന്നു. മാതൃസമാജം ഇടവകയുടെ പ്രസിഡന്റ് മിനി എരിവേലി. ഇന്നത്തെ മുഖ്യ കാർമ്മികനായിരുന്ന ബഹുമാനപ്പെട്ട ലൂക്കോസ് പള്ളിപ്പടിഞ്ഞിട്ടുള്ള അച്ഛന് ഉപഹാരം സമർപ്പിക്കുന്നു. ഷീജ അനീഷ്. സൺഡേ സ്കൂളിന്റെ രൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരം അച്ഛന് സൺഡേ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് സുമി ജോൺസൺ ഉപഹാരം സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അലൻ തോമസ് ഐസി അച്ഛന് ശ്രീമതി ലിൻഡ എബി ഉപഹാരം സമർപ്പിക്കുന്നു. ചെലുവയിൽ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട കുര്യൻ പുലിത്ര അച്ഛന് ശ്രീമതി ലാലി ഉപഹാരം സമർപ്പിക്കുന്നു. യുവജന സംഘടനയുടെ മേഖലാ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ചേലമ്പലം ശ്രീമതി ഡോളി ഉപഹാരം സമർപ്പിക്കുന്നു. ദേവശാല പള്ളിയുടെ വികാരിയായിരിക്കുന്ന എബ്രഹാം പുന്നവിള അച്ഛന് ബെൻസി ഉപഹാരം സമർപ്പിക്കുന്നു. ഒരു സിംഗിൾ ഡാൻസുമായി Welcome you this day.
ട്രാൻസായി അബിയ, അലന, അനന്യ, അനുഷ, ജെനിലിയ, മിബിന എന്നിവർ. കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ, എന്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ, എന്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും പാടുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും പാടുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും വാഴുവാനായി. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ, എന്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ ഒരു ഡാൻസ് കൂടെ ഉണ്ട്. ആരോൺ ജബിൻ. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது, அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத, அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு.
மேய்ச்சல் இல்ல தேவராஜ்யம் கழுத்தில் உள்ளதே தேவராஜ்யம் மேய்ச்சல் இல்ல தேவராஜ்யம் கழுத்தில் உள்ளதே நிறைவேறாத வாக்குத்தத்தங்கள் நிறைவேறாத வாக்குத்தத்தங்கள் அவர் படத்தால் நடக்க போகுதே அது உன் கண்கள் பார்த்து போகுதே சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு വൈദിക ദിനത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് നാം സംഘടിപ്പിച്ച ഈ യോഗത്തിന് മറുപടി പ്രസംഗവുമായി പ്രോട്ടോവികാരി വെരി റവറൻഡ് ഫാദർ ജോർജ് അലൈ വേദിയിലിരിക്കുന്ന ആദരണീയായ വൈദിക സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നീലഗിരി വൈദിക ജില്ലയുടെ MCMF-ന്റെ ഭാരവാഹികളെ, കമാത്തി ഇടവകയിലെ ട്രസ്റ്റി സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങളെ, പ്രിയമുള്ള ഇടവക സമൂഹമേ,
ഒരു വലിയ പെരുന്നാൾ കഴിഞ്ഞ പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അച്ഛനോട് സംസാരിക്കുകയാണ്. ജൂബിലിയുടെ സ്റ്റാർട്ടിംഗ് പ്രകാരമാണെങ്കിൽ ഫെബ്രുവരി എന്തായിരിക്കും സ്ഥിതി? എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ന്യൂജൻ ഭാഷയിൽ നമ്മൾ പറയും, മക്കളെ പൊളിച്ചു. തീർച്ചയായിട്ടും 25 വർഷങ്ങൾക്ക് മുമ്പ് സത്യത്തിന് സാക്ഷിയായ യേശുക്രിസ്തുവിന്റെ ഒരു സമൂഹമായി ഈ കമ്മാത്തി പ്രദേശത്ത് സ്ഥാപിച്ച സെയിന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ഇടവകയുടെ രജത ജൂബിലി ആഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും നീലഗിരി വൈദിക ജില്ലയെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം, ഇന്ന് സഭ, പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക സഭ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളും നമ്മുടെ സൺഡേ സ്കൂൾ ദിനവും കൊണ്ടാടുകയാണ്. പ്രത്യേകിച്ച് ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർക്കുന്ന നിമിഷമാണ് നമ്മുടെ ജൂബിലി എന്ന് പറയുന്നത്. ഈ സമൂഹത്തിന് യേശുവിനെ കൊടുക്കുവാൻ ദൈവം നിയോഗിച്ച ഇടവക സമൂഹമാണ് കമ്മാത്തി ഇടവക എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ചെറിയ ഇടവക ഒരുപാട് ദൈവവിളികൾ പ്രോത്സാഹിപ്പിച്ച് വൈദികരെ, നല്ല വൈദികരെയും സന്യസ്തരെയും സഭയ്ക്ക് സമ്മാനിച്ച ഒരു ഇടവകയാണ് കമ്മാത്തി ഇടവക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഇടവകയ്ക്ക് വെളിച്ചം പകർന്ന പൂർവ്വപിതാക്കന്മാരെ നമ്മൾ ഓർക്കുന്നു. ഇവിടുത്തെ മാതാപിതാക്കളെ നമ്മൾ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ കുഞ്ഞുമക്കളുടെ വലിയ അവരുടെ മനോഭാവം, അവരുടെ കഴിവുകൾ തീർച്ചയായിട്ടും ഇവിടുത്തെ മാതാപിതാക്കളുടെ നേതൃത്വവും സമ്മാനവുമാണെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചറിയുകയാണ്. എനിക്ക് തോന്നുന്നു, ഞങ്ങൾ വൈദികരെ സംബന്ധിച്ച് പല ജോൺ മരിയ വിയാനിയുടെ തിരുനാളുകൾ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. ഇത്ര ഗംഭീരമായി ആഘോഷിക്കുന്ന നല്ല ഓർമ്മകളുള്ള ഒരു ദിവസം സമ്മാനിച്ചത് എനിക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും. അത് കമ്മാത്തി ഇടവകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു, എന്താണ് നിങ്ങൾ തന്ന സമ്മാനത്തിന് തിരികെ ഞങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്. അച്ഛൻ പറയുകയാണ്, നമുക്കൊരു ചെലവ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഈ നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് തീർച്ചയായിട്ടും ഞങ്ങൾ മറുപടി നൽകുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഒരു ബാഹ്യമായ ആഘോഷമല്ല, ഏറ്റവും മനോഹരമായ ഭക്തി നിർഭരമായ ഈ ബലിക്കലിനോട് ചേർന്നുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഈ മരിയ വിയാനിയുടെ തിരുനാൾ ബഹുമാനപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ ആദരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രിയമുള്ള മക്കളെ, നമുക്ക് പ്രാർത്ഥനയാണ് ആവശ്യം. ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് ആധുനിക ലോകത്തിൽ വൈദിക ജീവിതം എന്ന് പറയുന്നത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു വൈദിക ശൈലിയും ആധുനിക ലോകത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് വൈദികരെ ഇന്ന് ആക്രമിക്കുന്ന, ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും സമൂഹം ഒരു നെഗറ്റീവായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് വൈദിക സമൂഹം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഏറ്റവും ഒരു മാതൃകപരമായിട്ടാണ് ഇന്ന് വൈദിക ദിനം ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് ആരാണ് വൈദികർ, എന്തിനാണ് വൈദിക സഭയിലുള്ളത്, എന്തിനാണ് സഭയിൽ വൈദിക പട്ടം സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി ഒരു തലമുറയ്ക്ക് കൈമാറുന്ന ഒരു സുവർണ ദിനമാണ്. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളുടെയും മറ്റു ചിത്രങ്ങളുടെയും ഒക്കെ ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ഇന്ന് വൈദിക ജീവിതത്തെ കുറിച്ച് മക്കളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുകയാണ്. എന്നാൽ അതിന് മറുപടിയായിട്ടാണ് ഇന്ന് കമ്മാത്തി ഇടവക ഒത്തൊരുമിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഒരു വലിയ തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃക നൽകി വൈദികരെ സ്നേഹിക്കണം, വൈദികരെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദിവസമാണ്. തീർച്ചയായിട്ടും ഈ ജൂബിലിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മുടെ വൈദികരെ ആദരിച്ചത് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ നന്ദി എത്ര പറഞ്ഞാലും തീരുകയില്ല എന്ന് എനിക്ക്
എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ജൂബിലി വർഷത്തിൽ ഈ കമ്മാത്തിയുടെ വഴിക്കും നിങ്ങൾ കാണിച്ച വലിയ സ്നേഹത്തിൽ നന്ദി എന്റെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പാണ് നിങ്ങളുടെ വികാരി ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന്. എനിക്ക് തോന്നുന്നു ദൈവം നിങ്ങളുടെ ജൂബിലി വർഷത്തിൽ നിങ്ങൾക്ക് സമ്മാനമായി നൽകിയ ഒരു വലിയ മനസ്സുള്ള വൈദികനാണ് ബഹുമാനപ്പെട്ട കുര്യൻ പുലിപ്രയച്ചൻ. ഒരുപാട് കഴിവുകളുള്ള, നിങ്ങൾക്കറിയാം, ഇതിനോടകം തന്നെ മനോഹരമായ ദൈവിക ശബ്ദമുള്ള മനോഹരമായ കുർബാന അർപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠ പുരോഹിതനാണ് ബഹുമാനപ്പെട്ട കുര്യൻ പുലിപ്രയച്ചൻ. വളരെ ഡൈനാമിക്കായി, വൈബ്രന്റായി, ഇടവയ്ക്ക് ശക്തി നൽകുന്ന, എനർജി നൽകുന്ന ഒരു പുരോഹിതനാണ് ബഹുമാനപ്പെട്ട കുര്യൻ പുലിപ്രയച്ചൻ. തീർച്ചയായിട്ടും അച്ഛന്റെ വലിയ സ്നേഹത്തിന്, ഞങ്ങളോട് കാണിച്ച ഈ വലിയ സ്നേഹത്തിനും നന്മയ്ക്കും ഞങ്ങളുടെ നീലഗിരി വൈദിക ജില്ലയുടെ കൃത്യമായ നന്ദി എന്റെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇടവയ്ക്ക് നേതൃത്വം നൽകുന്ന ട്രസ്റ്റി സെക്രട്ടറി പ്രിയപ്പെട്ട മത്തായി അനീഷ് ചേട്ടൻ തീർച്ചയായിട്ടും വളരെ ചിട്ടയോടുകൂടിയാണ് ഇന്നത്തെ നമ്മുടെ 3:30 മുതൽ ഈ 6 മണി വരെയുള്ള പ്രോഗ്രാം എല്ലാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വലിയ കഴിവുകൾക്ക് ഉടമയായിട്ടുള്ള വ്യക്തി. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി മാസം 14, 15, 16 തീയതികളിൽ ഇതിലും വലിയൊരു പ്രോഗ്രാം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള ശക്തി ദൈവം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഇടവക ട്രസ്റ്റിക്കും സെക്രട്ടറിക്കും കൃത്യമായ നന്ദി ഞങ്ങളുടെ വൈദിക പേരിൽ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ നീലഗിരി വൈദിക ജില്ലയുടെ MCMF-ന്റെ സാരഥികൾ ഇവിടെ സന്നിഹിതരാണ്. ബഹുമാനപ്പെട്ട ഐറൻ സിസ്റ്റർ, അതുപോലെ തന്നെ ഇതിന്റെ സെക്രട്ടറി, മറ്റു ഭാരവാഹികളെല്ലാം സന്നിഹിതരാണ്. നിങ്ങൾ കാണിച്ച വലിയ സ്നേഹത്തിന് ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, ഷോളോ സമ്മാനമോ ഒന്നും വേണ്ട. എങ്കിലും അവർ പറഞ്ഞൊരു വാക്യമുണ്ട്, ഞങ്ങളുടെ വൈദികരെ ആദരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പ്രിയമുള്ള നീലഗിരി വൈദിക ജില്ലയിലെ അമ്മമാരെ, നിങ്ങൾ കാണിച്ച സമ്മാനത്തിന്റെ വലിപ്പമൊന്നുമല്ല, ഇതിന്റെ നിങ്ങൾ കാണിച്ച സ്നേഹമാണ്. ഞങ്ങളെ ആദരിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഞങ്ങളുടെ വൈദികരുടെ നാമത്തിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ നീലഗിരി വൈദിക ജില്ലയുടെ MCMF-ന്റെ സാരഥികൾക്ക് ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുകയാണ്. അതുപോലെ തന്നെ കമ്മാത്തിയുടെ വകയിലെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ചുരുങ്ങിയ ഒരു പരിചയം മാത്രമേ എനിക്ക് കമ്മാത്തി ഇടവകയുമായിട്ടുള്ളൂ. അത് പലപ്പോഴും വൈദികരുടെ മീറ്റിംഗിന് വരുമ്പോഴാണ്. വൈദികർക്ക് യാതൊരു കുറവുമില്ലാതെ നല്ല ഭക്ഷണം നൽകുന്ന അമ്മമാരുള്ള, അപ്പന്മാരുള്ള ഒരു കൂട്ടായ്മയാണ് കമ്മാത്തി ഇടവക എന്ന് പറയുന്നത്. വൈദികരെ ആദരിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. ഈ ഒരു കുടുംബത്തിൽ നിന്ന് വൈദികരും സന്യസ്തരും ഉണ്ടാകുമ്പോഴാണ് വൈദികരുടെയും സന്യസ്തരുടെയും വില നമ്മൾ കൽപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ബലഹീനരായ ഞങ്ങൾ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏറ്റവും നിസാരന്മാരായിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഏറ്റവും ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്ത് ദൈവം ഓരോ ദിവസവും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവുമാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. ഞങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളുടെ കരുതലാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കമ്മാത്തി ഇടവകയിലെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കും കൃത്യമായി നന്ദി എന്ന സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞ് അവസാനിക്കുകയാണ്. നല്ല കുഞ്ഞു മക്കളുള്ള ഒരു ഇടവകയാണ് കമ്മാത്തി ഇടവക എന്ന് പറയുന്നത്. ഈ ഇടവക നീലഗിരി വൈദിക ജില്ലയിൽ ഏത് പ്രോഗ്രാം വെച്ചാലും ഒരു പ്രോഗ്രാമിന് മുടക്കാതെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു ഇടവകയാണ്. എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു ശക്തി, ഈ ഒരു ബലം നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഇടവകയുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ല കുഞ്ഞുങ്ങളുള്ള
ചിട്ടയുള്ള, കഴിവുള്ള, നല്ല കലാകാരന്മാരുള്ള, നല്ല കുഞ്ഞുങ്ങളുള്ള ഇടവക എന്ന് പറയുന്നത് ഈ ഇടവകയുടെ ബലമാണ്, ശക്തിയാണ്. നല്ല ലക്ഷ്യത്തോടുകൂടി, നല്ല സ്വപ്നത്തോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസ ജീവിതത്തിൽ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളുടെ ചിലവായി, ഞങ്ങളുടെ പ്രാർത്ഥനയായി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇനിയും വരുന്ന വർഷങ്ങളിൽ ഓഗസ്റ്റ് 4 കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കമ്മാത്തിയുടെ വക ഞങ്ങളെ വിളിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. വീണ്ടും ആഘോഷിക്കുവാൻ, വീണ്ടും നമ്മുടെ വൈദിക ജീവിതത്തെ സമൂഹത്തിന് പോസിറ്റീവായിട്ട് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും ആദരവിനും സമ്മാനത്തിനും ഈ വൈദികരുടെ, നീലഗിരി വൈദിക ജില്ലയിലെ എല്ലാ വൈദികരുടെയും അകമഴിഞ്ഞ നന്ദി എന്ന സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം നമുക്കറിയാം, നമ്മുടെ മീഡിയ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ രൂപതയിൽ അതിന് നേതൃത്വം നൽകുന്നത് സോദസ് മിഷൻ എന്ന നിലയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ക്രിസ്തുമന്ദിരത്തിൽ അച്ഛനാണ്. അച്ഛൻ കൃത്യസമയത്ത് തന്നെ ഇവിടെ വരികയും അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളുടെ നീലഗിരി വൈദിക ജില്ലാ കൂട്ടായ്മയിലെ സ്വന്തം വൈദികരെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അച്ഛന് ഇവിടെ വരികയും നമ്മുടെ പ്രോഗ്രാമെല്ലാം, വിശുദ്ധ കുർബാനയും മറ്റ് അനുബന്ധ പ്രോഗ്രാമെല്ലാം ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്ത ക്രിസ്തുമന്ദിരത്തിൽ അച്ഛനും നീലഗിരി വൈദിക ജില്ലയുടെ ഏറ്റവും ഹൃദ്യമായ നന്ദി എന്റെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കഴിഞ്ഞ 6 മാസക്കാലം നമ്മുടെ നീലഗിരി വൈദിക ജില്ലയിൽ നമ്മുടെ വൈദിക സെക്രട്ടറിയായും MCYM-ന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ചേലമ്പ്രവത്തച്ഛൻ താൽക്കാലികമായി പുൽപ്പള്ളി മേഖലയിലേക്ക് സ്ഥലം മാറി പോവുകയാണ്. തീർച്ചയായിട്ടും അച്ഛനെ ഞാൻ അനുമോദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. ഒരു വിശാല മനസ്സിന് ഉടമയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അച്ഛനത് ചെയ്യുകയും, നമുക്ക് നീലഗിരി വൈദിക ജില്ലയിൽ ഏതൊരു ആവശ്യം വന്നാലും കൃത്യസമയത്ത് ഓടിയെത്തുകയും ഏതൊരു സഹായം വേണമെങ്കിലും അച്ഛന് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു പുരോഹിതനാണ് ബഹുമാനപ്പെട്ട ചേലമ്പ്രവത്തച്ഛൻ. തീർച്ചയായിട്ടും അച്ഛന്റെ സ്ഥലമാറ്റം നമ്മുടെ മേഖലയെ സംബന്ധിച്ച് ഒരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എങ്കിലും അച്ഛന്റെ വൈദിക ജീവിതം പുതിയ പുൽപ്പള്ളി മേഖലയിൽ ശോഭിക്കുവാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അച്ഛന് നീലഗിരി വൈദിക ജില്ലയുടെ ഒരു ചെറിയ ഉപകാരം സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു, നൽകുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട വന്യ ജേക്കബ് ചുണ്ടക്കാട് എപ്പിസ്കോപ്പസിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യമായി നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീമതി സുമി ജോൺസണ് ക്ഷണിച്ചു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിന്റെ താളുകൾ മനോഹരമായി കുറിക്കാൻ നിങ്ങൾക്കാകട്ടെ എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് സ്വയം ദൈവത്തിന് സമർപ്പിക്കാൻ പൂർണ്ണ സമർപ്പണത്തിന്റെ ഏക വഴിയേ ഉള്ളൂ എന്ന വിശുദ്ധ മരിയാനിയുടെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് വൈദിക വൃത്തി എന്ന പൂർണ്ണ സമർപ്പണത്തിന്റെ വഴി തിരഞ്ഞെടുത്ത് ഇവിടെ ആയിരിക്കുന്ന ഓരോ വൈദികർക്കും ഇടവക വൈദിക ദിനത്തിന്റെ ആശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും മതബോധന ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമേ തന്നെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങൾക്ക് കമ്മാത്തി ഇടവകക്കാർക്ക് ഏറെ സുപരിചിതനും പ്രിയങ്കരനുമായ വന്യ കോറെപ്പിസ്കോപ്പ ജേക്കബ് ചുണ്ടക്കാട്ടിൽ അച്ഛനോടുള്ള ഞങ്ങളുടെ ഇടവകാംഗങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാം. അടുത്തതായി നീലഗിരി മേഖലാ പ്രോട്ടോ വികാരിയായിരുന്നുകൊണ്ട് മേഖലയുടെ എല്ലാ കാര്യങ്ങളിലും അത്യുത്സാഹത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് കാലായിൽ അച്ഛന് ഇടവകയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന ദിവസം ദിവ്യബലി ഇത്രയും മനോഹരമാക്കി തീർക്കാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ച ലൂക്കോസ് അച്ഛൻ, മറ്റു വൈദികർ, ഫാദർ അലൻ, ഫാദർ ജോസഫ് മാത്യു, ഫാദർ എബ്രഹാം പുന്നമല അച്ഛനും ഒടുള്ള നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ബത്തേരി രൂപത സൺഡേ സ്കൂൾ ഡയറക്ടർ ആയിരിക്കുന്ന
തോമസ് ക്രിസ്തുമന്ദിരം അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ സ്രോതസ് വിഷൻ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ലൈവായിട്ട് കൊണ്ടുനടക്കുന്നതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അച്ഛൻ്റെയാണ്. അച്ഛനോടുള്ള നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. MCMF നീലഗിരി മേഖലാ പ്രതിനിധികൾ ആയി വന്ന് വൈദികർക്ക് ആശംസകൾ അറിയിച്ച MCMFന്റെ മേഖലാ സെക്രട്ടറി ശ്രീമതി പ്രീതി ബോബൻ, അതുപോലെ തന്നെ സിസ്റ്റർ ഐറി, സിസ്റ്റർ ലീന, അതുപോലെ തന്നെ മറ്റ് MCMF ഭാരവാഹികൾക്കുള്ള നന്ദിയും ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അടുത്തതായി ഇടവകയുടെ എല്ലാ കാര്യങ്ങളും നേതൃത്വം വഹിച്ച് ഞങ്ങളെ ഏറെ സ്നേഹത്തോടെ നയിക്കുന്ന ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ വികാരി അച്ഛൻ ഫാദർ കുര്യൻ പുലിപ്രയച്ചന് ഇടവകയുടെ ഓരോരുത്തരെയും പേരുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അവസാനമായി ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായിട്ട് ആദ്യന്തം അശ്രാന്തം പരിശ്രമിച്ച കമ്മിറ്റി അംഗങ്ങൾ, MCMF ഇടവക ഭാരവാഹികൾ, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞു മക്കൾ, അതുപോലെ ഇടവകയിലെ ഓരോരുത്തരോടുമുള്ള നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നീനാൾ വാഴുക പാപ്പ, തിരുസഭയുടെ അരിവൻ പാപ്പ. നീനാൾ വാഴുക പാപ്പ, തിരുസഭയുടെ അരിവൻ പാപ്പ. പാവന നഗരിയിൽ വാണരുളുന്നൊരു പത്രോസിൻ പിൻഗാമി. പാവന നഗരിയിൽ വാണരുളുന്നൊരു പത്രോസിൻ പിൻഗാമി. നീനാൾ വാഴുക പാപ്പ, നീനാൾ വാഴുക പാപ്പ. അപകടമേറും കടലിൽ തിരമാലകളുയരും കടലിൽ. അപകടമേറും കടലിൽ തിരമാലകളുയരും കടലിൽ. തോണി തുഴഞ്ഞ് തീരമടയ്ക്കാൻ തുണയേകണമേ നാഥ. തോണി തുഴഞ്ഞ് തീരമടയ്ക്കാൻ തുണയേകണമേ നാഥ. നീനാൾ വാഴുക പാപ്പ, നീനാൾ വാഴുക പാപ്പ. എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. കടന്നു വന്നിട്ടുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും ഒരുപാട് രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ടാണ്, എല്ലാവരും ക്ഷീണിതരാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ബാക്കി നന്ദികളൊക്കെ ഞാൻ അടുത്ത ആഴ്ച ഡീറ്റെയിൽ ആയിട്ട് പറയുകയുള്ള വളരെ മനോഹരമായിട്ട് എല്ലാ പ്രോഗ്രാമും കോർഡിനേറ്റ് ചെയ്യുന്നതിന് കമ്മിറ്റി അംഗങ്ങൾക്കും സൺഡേ സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കും MCMFിലെ ഭാരവാഹികൾക്കും MCM അമ്മമാർക്കും മാതാപിതാക്കൾ എല്ലാവർക്കും കൂടി നന്ദി അർപ്പിക്കുകയാണ്. നമുക്ക് കൈമുത്തി വൈദികന്റെ കരങ്ങൾ മുത്തി സമർപ്പിച്ച് നമുക്ക് ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാപ്പി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്തതിന് ശേഷം സ്വീകരിച്ച ശേഷം മാത്രമേ എല്ലാവരും പോകാവൂ എന്ന് ഓർപ്പിക്കുകയാണ്. എല്ലാവരും കൈമുത്താനായിട്ട് ലൈനായിട്ട് വന്ന് കരങ്ങൾ മുത്തി നമുക്ക് ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാം. യജമാനൻ വരുവന്നീര് തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാണുന്നു രോധന്യരാ. പകരെല്ലാം തൻ കൂടെ പണിതു രവർക്കവരകേട്ടി പരികർമ്മിച്ചിടും താതനെയുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ ഋഗുദിശാപാരക്കളീത്ത മുടയുന്നോരോടി. ഹാലേലൂയ ചൂടും മകുടത്തിൽ യജമാനൻ